ഹായ് ഓൾ, അസ്സാം വലൈക്കും വരഹമത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും സുഖമില്ലാതിരിക്കുകയാണ്. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ പനി സൂക്ഷിക്കുക കുട്ടികളുടെയും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് എനിക്കും നല്ല പനി ഉണ്ടായിരുന്നതാണ്. കുട്ടികളിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളും ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഒരുപാട് പേർക്ക് ഇതുപോലെ പനിയുണ്ട്. അതുകൊണ്ട് കുറച്ച് നമ്മൾ ഇതുപോലെയുള്ള മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പറ്റാവുന്ന ബുദ്ധിമുട്ടാണ്. അതും കൂടെ പറയാനായിട്ട് വരുന്നുണ്ട് കേട്ടോ, ഹോസ്പിറ്റൽ അവശിഷ്ടങ്ങൾ. അപ്പം തുടക്കം എങ്ങനെയാന്ന് വെച്ചാൽ, ഇക്കാക്ക് പനി ഉണ്ടായിരുന്നു. കോഴിക്കോട് പർച്ചേസിന് പോയിട്ട് വന്നിട്ട് പനി ഉണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും കാണിച്ചില്ല. അതിന് മുമ്പ് നമുക്ക് ഹെയ്സ് കൂട്ടനൊക്കെ ചെറുതായിട്ടൊരു പനി ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അത് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഒരു കോയമ്പത്തൂർ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അതിന് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോയി അവിടെ നിന്ന് ഉച്ച ആകുമ്പോഴേക്കും തന്നെ എനിക്ക് ശരീരം മൊത്തം നല്ല പെയിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തുടങ്ങി. ഞാനും ഇച്ചിരി ബേബിയും അമ്മ അവരൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അതാണ് ടിഷ്യൂ എടുക്കും മൂക്ക് തുടയ്ക്കാനും. എന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും തന്നെ എനിക്ക് നല്ല പനി കൂടി വിറയൽ കാര്യങ്ങളൊക്കെ ആയി. പിറ്റേ ദിവസം രാവിലെ യാത്ര പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർക്കൊന്നും പോകുന്ന ഒരാളല്ല. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം, അതാ നല്ലത്, നല്ല ടയേർഡാണ്, ട്രിപ്പ് ഒക്കെ കയറ്റേണ്ടി വരും എന്ന കാര്യം പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് പറഞ്ഞില്ല, അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ്, നോക്കാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പനിയുള്ള ആളിനെ നോക്കണ്ടേ എന്നുള്ള പോലെ ഡോക്ടറാണ്. പിന്നെ അവസാനം അഡ്മിറ്റ് ചെയ്യാണ്ട് നമ്മൾ മരുന്നൊക്കെ എഴുതി വാങ്ങിയിട്ട് വന്നു. മരുന്ന് കഴിച്ചിട്ടൊന്നും വലിയൊരു മാറ്റവും കാര്യങ്ങളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതായത് കിടന്നോടത്തുനിന്ന് എവിടെ രാവിലെ ആണോ രാത്രി ആണോ എന്ന് പോലും അറിയാത്ത അത്രയ്ക്കും ടയേർഡ്. എൻ്റെ ലൈഫിൽ ഇന്നേവരെ എനിക്ക് ഇങ്ങനെ പനി വന്നിട്ട് ഇങ്ങനെ ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അത്രയ്ക്കും വയ്യ, ശരീരം മൊത്തം ഭയങ്കര പെയിന്, കുറേ എന്താ പറയുക മുറിവായിട്ടുണ്ടായ അങ്ങനെയുള്ള പോലെയും. പിന്നെ ചുമ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി, സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അതിൻ്റെ ഇടയിൽ അപ്പോഴേക്കും എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഓരോരുത്തരായിട്ട് കിടക്കാൻ തുടങ്ങി. റനക്കുട്ടിക്ക് വയ്യാണ്ടാവാൻ തുടങ്ങി, ചുച്ചുകുട്ടിക്ക്, ഹെയ്സൂക്ക്, എല്ലാവർക്കും വയ്യാണ്ടാവാൻ തുടങ്ങി. അപ്പോഴേക്കും ഇച്ചിരി ബേബിക്കും കൂടെ ഇനി വരണ്ടാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, വേഗം ഇച്ചിരി ബേബിനെ അമ്മേൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ച്. പിന്നെ ഞാൻ എണീറ്റിട്ടില്ല, ഒന്നുമില്ല. ഒരു ദിവസം ഫുള്ളായിട്ട് കുട്ടിക്ക് പാൽ കൊടുക്കുക ഒന്നും ഒരു ഇതുമില്ല. നമ്മൾ ഈ ഭൂമിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് പോയായിരുന്നു. ഇവിടെ ഒരു താത്ത ഉണ്ട്. ആ താത്ത ഉള്ളതുകൊണ്ട് ശരിക്കും അത്രയും ഞങ്ങൾക്ക് ഭാഗ്യം. ഓരോരുത്തർക്കും നോക്കി നോക്കി കഞ്ഞി കൊണ്ടുവന്ന് തരുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടുണ്ട് പെട്ടെന്ന് പിറ്റേ ദിവസം അപ്പോഴേക്കും എന്തായി, അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇച്ചിരി ബേബിക്കും ഇങ്ങനെ പനി പോലെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇത്രയും ചെറിയ കുട്ടികൾക്ക് പനി വരുമ്പോൾ ടെമ്പറേച്ചർ ശരീരത്തിൽ നിൽക്കാതെ നോക്കണം. അങ്ങനെ അമ്മ വിളിച്ചത് എനിക്ക് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റണില്ല കേട്ടോ. ഞാൻ അങ്ങനെ മൂളി കേട്ടോണ്ട് മാത്രം ഇരിക്കണം. അപ്പോൾ പനിയുടെ മരുന്ന് കൊടുക്കാനായിട്ട് പറഞ്ഞ് അപ്പോഴേക്കും ചില ബേബിക്ക് ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും സീഷ്യറും ഉണ്ട്. അറിയായിരിക്കുമല്ലോ ചെറു കുട്ടികൾക്ക് പനി വന്നാൽ ചില കുട്ടികൾക്ക് അങ്ങനെ വരും എന്നുള്ളത്. പിന്നെ വേഗം ബേജാറായിട്ടും അവിടെ അടുത്തുള്ള വെയിറ്റസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാണ് അവർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം, കുട്ടിക്ക് ഇനിയും 24 hours കാണാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ആക്കി. അപ്പോഴേക്കും എനിക്കും തീരെ വയ്യാത്താണ്, പക്ഷെ ഞാനീ പോയാലേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയോ വയ്യാത്തോടത്തുനിന്ന് നമ്മൾ റെഡി ആയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോഴേക്കും ഹെയ്സൂക്ക് നല്ലോണം പനി വന്ന് ഹെയ്സൂവിനെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയിട്ട് കാണിച്ച് മരുന്നൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഹയാന് ഹെവി ഫീവറായി. സ്കൂളിലേക്ക് ഒന്ന് പോകണ്ടാണ്, അവന് പിന്നെ പോയില്ല. നോക്കിയപ്പോൾ അവന് നല്ല പനി. അപ്പോൾ ഇച്ചിലി ബേബീനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ഞാൻ പോയി, ഞാനും ഇച്ചിലി ബേബിയും സൈഡിലിരിക്കുക. അപ്പോഴേക്കും വീണ്ടും ഹയാനെ കൊണ്ടുവന്ന് ഹയാനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി അഡ്മിറ്റ് ചെയ്യേണ്ട, നമുക്ക് ഒബ്സർവേഷൻ പോലെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് തന്നെ സംഭവം. അവനെയും ട്രിപ്പൊക്കെ കയറ്റി മരുന്നൊക്കെ വെച്ച്. പനി ആർക്കും കുറയുന്നില്ല കേട്ടോ, നല്ല പനി, ഹെവി ഫീവർ എന്ന് വെച്ചാൽ ഭയങ്കര ഫീവർ. ഇച്ചിരി ബേബിക്ക് അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ അഡ്മിറ്റ് അവിടെ നിന്ന് ഞാൻ നോക്കി നിൽക്കുമ്പോഴേക്കും വീണ്ടും ഷേസിയർ വന്നു. പിന്നെ വേഗം അവിടുന്ന് ഒരു നല്ലോണം തുണിയൊക്കെ തുടച്ചപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫീവർ എല്ലാ ഭാഗത്തും ഉണ്ട്. ഡോക്ടർമാർ പറഞ്ഞത് കുട്ടികൾക്ക് പനി വരുന്നു, നല്ല ചൂടുണ്ടോ എന്ന് കാണണമെന്നുണ്ടെങ്കിൽ
ആ സ്പോട്ടിൽ തന്നെ നല്ലോണം വെള്ളം മുക്കി, നല്ലോണം ചെറുതായിട്ടെല്ലാം നല്ലോണം വെള്ളം മുക്കി തുടച്ച് ആ ബോഡീനെ ഫുള്ളായിട്ട് ആ ഒരു തണുപ്പിലേക്ക് കൊണ്ടുവരിക. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് കാണും. അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ കാണാനും പാടില്ല, ബ്രെയിനിന് ദോഷമാണ് കേട്ടോ. ഒരു 5-6 വയസ്സ് വരെ പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫ്രീസിയം എന്ന് പറയുമ്പോൾ ഒരു ഗുളിക, അപ്പം അതും നമ്മളെപ്പോഴും കരുതിയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇച്ചിലു ബേബിനെ വെച്ച് എൻ്റെ ഫീവറും അവളുടെ ഫീവറും, ഹെയ്സുക്ക് ഒരു സൈഡ്, ഹെയ്സു പിന്നെ വീട്ടിൽ അമ്മാനെ അവരെ ഏൽപ്പിച്ച് അമ്മാനെ വീട്ടിലേക്ക് വിട്ട്. എന്നിട്ട് ഞാൻ പോയി ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ ഹയാനക്ക് രാത്രി ആകുമ്പോഴേക്കും നല്ലോണം കൂടി വരുന്നു, കുറയണമൊന്നുമില്ല. ലാസ്റ്റ് അവർ അഡ്മിറ്റ് ചെയ്യണം, ട്രിപ്പിലൂടെ ഇനി നടക്കുള്ളൂ, ഇഞ്ചക്ഷൻ ഇട്ടാലേ ഞാൻ ഇത് മാറുള്ളൂ. അവനാണെങ്കിൽ ഗുളിക വായിൽ തൊണ്ടയിൽ തട്ടി കഴിഞ്ഞാൽ അപ്പം ഛർദ്ദിക്കും. അപ്പം ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇത് പനീൻ്റെ ഛർദ്ദിയാണെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പോകും. നമ്മൾ അതല്ല, ഇവന് ഗുളിക കഴിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ അവസാനം രാത്രി ആകുമ്പോഴേക്കും എനിക്ക് കരച്ചിൽ വരാന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കരച്ചിൽ. അയ്യോ, ചെറിയ കുട്ടികളുള്ളവർക്ക് മക്കൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കെങ്കിലും കുറച്ച് ആരോഗ്യത്തോടെ ഉണ്ടെങ്കിൽ നമുക്കെങ്കിലും അവരെ നോക്കാനുള്ളൊരിത് ഉണ്ടാവും. നമ്മളെ കൊണ്ടും പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുള്ളവർക്ക് അങ്ങനെ അസുഖം വരാൻ പാടില്ല. അത് വന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ എന്നിട്ട് രാത്രി ഒരേ കരച്ചിൽ. വല്ല എന്തെങ്ങനെ ആയത്, എല്ലാവർക്കും കൂടെ ഒന്നിച്ചായിട്ട് എനിക്കും നോക്കാനും പറ്റാത്ത അവസ്ഥ. എനിക്ക് നോക്കാതിരിക്കാനും പറ്റൂല, പക്ഷെ നമുക്ക് നോക്കാനുള്ള കയ്യിലേക്കുള്ള ആ ഒരു ആവതും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ഞാൻ ഡോക്ടറെ പറഞ്ഞു എനിക്ക് ഡിസ്ചാർജ് ആവണം, എനിക്ക് വീട്ടിലേക്ക് പോകണം, വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ആവണം, എനിക്ക് ഇവിടെ സെറ്റ് ആവണം. ഹയാൻ അവിടെയൊക്കെ ഛർദ്ദിച്ച് ആ റൂമിലൊക്കെ ഛർദ്ദിച്ചിട്ട് ഒരിക്കൽ ക്ലീൻ ചെയ്തു. പിന്നുണ്ട് 3 ഭാഗത്ത് ഇങ്ങനെ ഛർദ്ദിച്ചിട്ടുണ്ട്. അവരാരും ക്ലീൻ ചെയ്യാനും വന്നില്ല. ഇവർക്ക് അഡ്മിറ്റ് ചെയ്യണം എന്നുള്ള നിർബന്ധം. ഞാൻ പറഞ്ഞു എനിക്ക് നാളെ എനിക്കിങ്ങനെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ അവസാനം രാവിലെ ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോകണം, ഇവിടെ ഒന്നും സെറ്റ് ആവണില്ല, ഞാൻ വീട്ടിൽ പോയി മരുന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ പിന്നെ ഡിസ്ചാർജ് ആയി. ഇച്ചു ബേബീനെയും കൂട്ടി ഹയാനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് നമ്മൾ വന്ന്. അങ്ങനെ വീട്ടിൽ രാത്രി ആകെ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടാത്ത അവസ്ഥയിലേക്ക് ആകാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ചുമ വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അധികം സംസാരിക്കൂല. അങ്ങനെ ശ്വാസം മുട്ടൽ പോലായി. ലാസ്റ്റ് വേറെ വഴിയില്ല, അവസാനം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു. നല്ല കുളിരെന്ന് വെച്ചാൽ ഭയങ്കര കുളിരും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. കൈയും കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി, നിൽക്കാൻ പറ്റുന്നില്ല, തല കറക്കാൻ. അവസാനം പിന്നെ ഞാനും കൂടി ലക്ഷ്മിയിലേക്ക് പോയി. അവിടെ പോയി നോക്കിയപ്പോൾ നല്ല ഫീവർ. അപ്പോൾ അവർ വേഗം ഇഞ്ചക്ഷൻ ഇട്ട് മരുന്ന് കഴിച്ചാൽ ശരിയാവില്ല പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ ഇട്ട് കുട്ടിനെ പിടിക്കും. ഇഞ്ചക്ഷൻ ഇട്ടിട്ടാണ് പിന്നെ ഒന്നിത്തിരി കമ്മിയായത്. പിന്നെ അതിന് ശേഷം അവർ അപ്പം തന്നെ വേഗം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ട്, അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ പറഞ്ഞു അയ്യോ അഡ്മിറ്റ് ചെയ്യാൻ പറ്റൂല, കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറയുക, അല്ലെങ്കിൽ മനുഷ്യൻ പാതി ചത്ത അവസ്ഥയിലേക്കായി. ഇനിയിപ്പോൾ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. അഡ്മിറ്റ് ആണെങ്കിൽ അഡ്മിറ്റ്, എങ്ങനെയെങ്കിലും ഒന്ന് ഇതൊന്ന് കമ്മിയായി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയിൽ. കാരണം പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്കിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഉള്ളത്. ചുമച്ച് ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ നിൽക്കാൻ പോലും അറിയാത്തൊരവസ്ഥയിൽ ഭയങ്കര ക്ഷീണിച്ച് എൻ്റെ എന്താ പറയുക മാനസികമായിട്ടും ഉള്ള ആ ഒരു ശക്തിയൊക്കെ ക്ഷയിച്ച് ഇനി എന്നെ കൊണ്ടൊന്നും പറ്റൂല, ഞാനൊക്കെ തളർന്നു, ഈ കുട്ടികളെ നോക്കാൻ പറ്റൂല, എനിക്ക് വയസ്സായി, അങ്ങനെ എന്തൊക്കെയോ തോന്നലും ഇനി ഒന്നും പറ്റൂല. എനിക്കറിയില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത്. എൻ്റെ എല്ലാ എന്താ പറയുക ഫിസിക്കലായിട്ടുള്ള മാനസികമായിട്ടുള്ള എല്ലാ സ്ട്രെങ്ത്തും അങ്ങനെ ചോർന്നു പോവാന്നറിയില്ലേ. ആ അവസ്ഥയിൽ ശരിക്കും മക്കൾക്കും ഇങ്ങനെ ആയി, എനിക്കും വയ്യാതെ ആയപ്പോൾ ഞാൻ ഇത്രത്തോളം തളർന്നിട്ടില്ല. നമുക്ക് എത്രത്തോളം ഒരു ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും കമൻറ്റ് ചെയ്യും, എല്ലാം ചെയ്യും, ഇങ്ങനെ പറയുമ്പോൾ ഒക്കെ ശരിയാണ്, ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ നമ്മളിങ്ങനെ സ്വയം വെറുതെ ഇതല്ലാണ്ട് അത് ശരിക്കും ബോധ്യപ്പെട്ട ഒരാഴ്ചയാണ് എനിക്ക് ശരിക്കും ഉണ്ടായത്. നമ്മൾ ആരോഗ്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതില്ലാന്നുണ്ടെങ്കിൽ എല്ലാം പോയി കഴിയും, പിന്നെ എന്താക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരവസ്ഥയിലേക്ക് അങ്ങനെ മാറി. ലാസ്റ്റ് പിന്നെ
അവിടുന്ന് അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആൻറ്റിബയോട്ടിക് ഒക്കെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ടും പനി ചെറുതായിട്ടൊരു മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചുമയ്ക്കോ ശ്വാസം മുട്ടലിനോ ഒന്നും ഒരു മാറ്റവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ചിലർ കാണാൻ വന്നപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ പറഞ്ഞത് ആവി പിടിപ്പിക്കലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഒന്നും ചെയ്തില്ല അവർ. അതിനകത്ത് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് കുട്ടികൾ ഇവിടെ അമ്മാൻ്റെ അവിടെ 3 പേര്, ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നിട്ട് കഴക്ക് പോവും, പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. രാത്രിയൊക്കെ ചില സമയം ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഞാനുണ്ടായിരുന്നത്. രാത്രി 1 മണി വരെയൊക്കെ ഒറ്റയ്ക്ക് ആ റൂമിൽ ഇങ്ങനെ ഇരിക്കും. എന്തൊക്കെയോ ചിന്തകളൊക്കെയാണ് കേട്ടോ. നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു സമയത്തുള്ള ഒരു ആലോചന ആയിരിക്കൂലോ വയ്യാണ്ടാവുമ്പോൾ ഒരു പേടിയും ഒരു എന്തൊക്കെയോ ഒരു അവസ്ഥ. ഇനി പഴയ പോലെ ഒന്നും ആവാൻ പറ്റില്ല തോന്നുന്നു, എനിക്ക് അതിനുള്ള സ്ട്രെങ്ത് ഒന്നും ഇല്ല, എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റൂല, കുട്ടികളെ ശരിക്കും നോക്കാൻ പറ്റില്ലേ, ഇനി പുറത്തേക്ക് അധികം പോകാൻ പറ്റില്ലേ, അസുഖം വരുമോ, രോഗം ഇത്രത്തോളം ഒരു പേടിയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതാണ് സംഭവിച്ചത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെ സ്കൂളിലേക്കൊക്കെ വിടുമ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് ഇതുപോലെ അസുഖ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം വിടാതിരിക്കുക. കാരണം മറ്റു കുട്ടികൾക്ക് വേഗം സ്പ്രെഡ് ആവും. ഡോക്ടർ അതാണ് പറഞ്ഞത്. വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ എല്ലാവർക്കും ഉണ്ടോ പറഞ്ഞപ്പോൾ അപ്പം ഇനിയും വരാനുള്ള ചാൻസ് ഉണ്ട്, വൈറൽ ഫീവർ പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നതാണ്. പിന്നെ ഡെങ്കു ചെക്ക് ചെയ്ത് നോക്കി, ന്യൂമോണിയ, ഞാൻ ചോദിച്ചു എനിക്ക് ന്യൂമോണിയ ഒക്കെ ആയിട്ടുണ്ടാവും, എൻ്റെ ചുമൻ്റെ ആ ഒരു ആഘാതവും വേദനയൊക്കെ കണ്ടപ്പോൾ. നോക്കിയ സമയത്ത് ഡെങ്കു ന്യൂമോണിയ അങ്ങനത്തെ ഇതൊന്നും കാണുന്നൊന്നുമില്ല, അൽഹംദുലില്ലാ, ഭാഗ്യം. പിന്നെ കുട്ടികൾക്ക് അതുപോലെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പനി എല്ലാവരും നന്നായിട്ട് സൂക്ഷിക്കുക. പിന്നെ ചൂട് മാക്സിമം വന്നു കഴിഞ്ഞാൽ നന്നായി കുറവാക്കുക. കുട്ടികൾ നല്ലോണം കരയണമെന്ന് പറഞ്ഞിട്ട് ആ ചൂട് കുറവാക്കാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നന്നായിട്ട് ബോഡി ടെമ്പറേച്ചർ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ നല്ലോണം വെള്ളം തൊട്ട് തുടച്ചുകൊണ്ടേയിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സീഷ്യർ വരും, അത് ബ്രെയിനിന് കേടാണ്. ഒരുപാട് പ്രാവശ്യം കാര്യമൊന്നും വരാൻ പാടില്ല. മിക്ക കുട്ടികൾക്കും ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് കണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് അത് നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ, കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ചുമ. ഇപ്പൊ ഇന്ന് ഇത്തിരി ഒരു ആശ്വാസമുണ്ട്, രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ പനിക്കൂർക്കൻ്റെ ലീഫ് ഉണ്ടാവില്ലേ, അത് നല്ലോണം, അതായത് ഈ കഫം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഫുഡിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ആക്കുക. ഞാൻ വരുന്ന ദിവസങ്ങളിൽ എന്നെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണിക്കാം. അറിയില്ല എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്. പിന്നെ കുട്ടികളുടെ സ്കൂളിൻ്റെ തിരക്കും അഡ്മിഷൻ്റെ തിരക്കും പിന്നെ എൻ്റെ വേറെ കുറേ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കണ ഒന്ന്, എന്താ പറയുക, വിധി വേറൊന്നെന്ന് പറയുന്ന പോലെ പോയി ഒരാഴ്ചയിൽ മൊത്തത്തിലെല്ലാം കൂടെ ഒരു ഇതായ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ കുറേ കമൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവുകൊണ്ട് ഒരു പനി തന്നിട്ട് പഠിച്ചുകൊണ്ട് റെസ്റ്റ് തന്നതായിരിക്കും എന്നുള്ളത്. മേ ബി അങ്ങനെയും ആയിരിക്കാം. പക്ഷെ വല്ലാത്തൊരു റെസ്റ്റ് ആയിപ്പോയി. എനിക്ക് ഏറ്റവും സങ്കടനാരക്കുട്ടി ആദ്യം പറഞ്ഞു അമ്മയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ പനി ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം അതിനൊക്കെ അമ്മ മാറി നിൽക്കുമല്ലോ എന്ന് പറഞ്ഞ് എടുത്തോളൂ. പിറ്റേ ദിവസത്തെ കുട്ടികൾക്ക് വയ്യാണ്ടായി. അപ്പൊ ഞാൻ പറയാം എനിക്ക് അങ്ങനെ പോലും റെസ്റ്റ് എടുക്കാൻ പോടൂല എന്ന് പഠിച്ചവന് തീരുമാനിച്ചിരിക്കുകയാണ്. മക്കളെ കണ്ടില്ല. അത് കഴിഞ്ഞതും എനിക്ക് വയ്യാണ്ടായിട്ട് പോലും ഒരുത്തിരൊന്നും ഇരിക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും. പക്ഷെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് റെസ്റ്റ് വേണമെന്നില്ല കേട്ടോ. അൽഹംദുലില്ലാ ഈ ഒരു ലെവലിലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ വന്ന് തന്നെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ പനി കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും സൂക്ഷിക്കുക. പിന്നെ ഡെങ്കു ഫീവർ ഒരുപാട് പേർക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ചുറ്റുപാടത്തുള്ള വെള്ളം എന്തെങ്കിലുമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കാനായിട്ട് നോക്കുക. ശുദ്ധജലമാണെങ്കിൽ ശരി, വേസ്റ്റ് വെള്ളമാണെങ്കിൽ ശരി, നന്നായി സൂക്ഷിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പനികളൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ സഹിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ മക്കളുള്ളവർക്ക്. നമ്മളെപ്പോഴും ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ മക്കളും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കണം തോന്നി. അതിന് വേണ്ടിയിട്ടാണ് വയ്യാത്തോടത്തുനിന്ന് എണീറ്റിരുന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇൻഷാല്ലാ എല്ലാവരും ദുആ വേണം. നല്ല നോർമലായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് പനി വരുമ്പോൾ സീഷ്യർ വരുന്നത് എപ്പോഴും ആ ഗുളിക നമ്മൾ കയ്യിൽ പിന്നെ കരുതണം. ബുദ്ധിമുട്ട് തന്നെയാണ്.
ചൂട് കണ്ട് അപ്ലിക്കപ്പം നമ്മൾ കൊടുക്കണം, അങ്ങനെ കുറേ. അപ്പോൾ പനി മാക്സിമം വന്നാലും തുടച്ചു കൊടുത്ത് സൂക്ഷിക്കുക കേട്ടോ, അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്.